ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. രാജ്യം കരുതി തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പാകിസ്ഥാൻ അങ്ങനെ ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങളെ പൂർണ്ണമായും തടയും, ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ സമാനമായ ഒരു നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി എടുത്തത്. രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ല, രാജ്യത്തിന്റെ ശിരസ് എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കും, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിച്ചാൽ ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നുള്ള നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇപ്പോഴും അതിന് സമാനമായി രാജ്യ പുരോഗതി തടയാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും പറയുകയാണ്. രാജ്യത്തിന്റെ ശക്തമായ പുരോഗതിയിൽ പാകിസ്ഥാനുള്ള ഒരു അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ നടത്തുന്ന വൻ കുതിപ്പിനെ തടയാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് ഇപ്പോൾ അതിർത്തിയിൽ പുൽവാമയിൽ അതിനുശേഷമുള്ള തിരിച്ചടികളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാജ്യത്തിന്റെ പുരോഗതിയെ തടയാൻ ആർക്കും സാധിക്കില്ല. ഇന്ത്യ ശക്തമായി തന്നെ നിലകൊള്ളും, ഒരു തരത്തിലും ഇന്ത്യ പിന്നോട്ട് പോകില്ല. സൈനികരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. ഈ പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഇന്ത്യ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളൊന്നും ശ്രമം കാണില്ല, ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കും. പ്രത്യേകിച്ചും ഇന്ന് വൈകിട്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. വളരെ നിർണായകമായ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും രാജ്യം കൈക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും തടയും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഒരുപാട് സൂചനകൾ ആ വാക്കുകളിലുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് ഈ സമയത്ത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമങ്ങൾ ഇന്ത്യയിൽ വിലപ്പോവില്ല, അതങ്ങ് പാകിസ്ഥാനോട് മാറ്റിവെക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും പറയുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്ന ഒരു പൊതു റാലിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഇന്ന് വീണ്ടും രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി പറയാതെ പറയുന്നതും അത് തന്നെയാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാകില്ല, ഇന്ത്യ ശക്തമായി തന്നെ നിലകൊള്ളും, ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ചും ഇന്ത്യൻ സൈന്യത്തിൽ നല്ല വിശ്വാസം രാജ്യത്തിനുണ്ട്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയും ഇന്ത്യൻ സൈന്യത്തെ വളരെയേറെ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത്. ശക്തമായ കര, വ്യോമ, നാവിക സേനകൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ വലിയ വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യൻ വൈമാനികരെ മുന്നിൽ വച്ചുകൊണ്ട് വലിയ വിലപേശൽ നടത്തുമ്പോൾ ആ വിലപേശൽ തന്ത്രങ്ങളൊന്നും ഇന്ത്യക്ക് മുന്നിൽ വില പോകില്ല. പ്രത്യേകിച്ചും ഇന്ത്യ ഇതുവരെ അതിർത്തി കരാറൊന്നും ലംഘിച്ചല്ല, കടന്നുകയറിയല്ല പാകിസ്ഥാനെ ആക്രമിച്ചത്. നേരത്തെ പുൽവാമയിൽ 40 സൈനികരുടെ ജീവന് മറുപടി കൊടുത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ ഇന്ത്യൻ വ്യോമസേന തകർത്തു. തുരുതുരായുള്ള ബോംബ് വർഷം, അതിൽ പതറി നിൽക്കുകയാണ് പാകിസ്ഥാൻ. അതിനിടയിൽ അതിർത്തി കടന്നുള്ള ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം കനത്ത തിരിച്ചടിയിലൂടെ മറുപടി നൽകിയിരുന്നു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നെത്തിയ 2 വിമാനങ്ങളെയാണ് ഇന്ത്യൻ വൈമാനികർ തറപറ്റിച്ചത്. മാത്രവുമല്ല, നേരത്തെ തന്നെ ബോംബ് സ്ക്വാഡുകൾ, നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബോംബ് സ്ക്വാഡുകളൊക്കെ സജ്ജമാണ്. ഏത് വഴിക്കായിരിക്കും പാക് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറുക, ഏത് തരത്തിലുള്ള ഒരു ആക്രമണമാകും ഉണ്ടാകുക എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭൂമിയിലും, അതായത് കര, വ്യോമ, നാവിക സേനകൾ ആകാശത്ത് കൃത്യമായ നിരീക്ഷണ പറക്കൽ നടക്കുന്നു. വ്യോമസേനയുടെ ഒരു കൃത്യമായ ഒബ്സർവേഷൻ എല്ലായിടത്തുമുണ്ട്. കരസേന അതിർത്തിയിൽ കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സേന ആവശ്യമെങ്കിൽ പോകാൻ സജ്ജരാണ്. അങ്ങനെ തന്നെയാണ് സൈനികർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും. യുദ്ധസമാനമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നാവികസേനയും കൃത്യമായ ജാഗ്രതയിൽ തന്നെയാണുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുംബൈ നഗരത്തിലും കൊച്ചി നഗരത്തിലും കർശനമായ നിരീക്ഷണങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തന്ത്രപ്രധാനമായ 2 നാവികസേനയുടെ സ്ഥലം കൊച്ചി, അതുപോലെ തന്നെ മുംബൈയിൽ പലതവണയായി ഭീകരാക്രമണം നേരിട്ട മുംബൈയിലും കർശനമായ ഒരു ജാഗ്രതയുണ്ട്. ബോംബ് സ്ക്വാഡുകൾ മുക്കിലും മൂലയിലും അരിച്ചു പിറക്കുന്നുണ്ട്. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ യാത്രക്കാരെയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നഗരങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ. ഏതായാലും ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്, ഭീകരർക്കെതിരെയുള്ള നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല, ശക്തമായ നിലപാടുമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. അതിർത്തി കടന്ന് ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഫലം കാണില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാർത്തയും ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.